കോഴിക്കോട്ടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എം.ടി. വാസുദേവൻ നായർ പറഞ്ഞത് 20 വർഷം മുൻപ് എഴുതിയ ലേഖനത്തിലെ അതേ വരികൾ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് 13 വർഷം മുൻപ് എം.ടി. എഴുതിയ ലേഖനത്തിലെ വരികളാണ് മുഖ്യമന്ത്രിക്കെതിരെ എം.ടി. വാസുദേവൻ നായർ ആഞ്ഞടിച്ചു എന്ന തലക്കെട്ടിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. KLF ഉദ്ഘാടന വേദിയിൽ എം.ടി. വാസുദേവൻ നായർ നടത്തിയ പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്ന് മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് പ്രചരിപ്പിക്കുന്നതിനിടെയാണ് 20 വർഷം മുമ്പ് എം.ടി. എഴുതിയ ലേഖനം വീണ്ടും ചർച്ചയാകുന്നത്. തൃശൂർ കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന എം.ടിയുടെ പുസ്തകത്തിൽ ഈ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രപരമായ ഒരാവശ്യം എന്ന തലക്കെട്ടിലാണ് ലേഖനം. M.N. കാരശ്ശേരിയാണ് പുസ്തകത്തിന്റെ ആമുഖം എഴുതിയത്. അധികാരത്തെപ്പറ്റി എന്നും എം.ടി. ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് ഇതെന്ന് വ്യക്തം. ഈ ലേഖനത്തിലെ അതേ വരികളാണ് എം.ടി. ചൊവ്വാഴ്ച ആവർത്തിച്ചത്. സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് 4 വരികൾ തുടക്കത്തിലും അവസാനവുമായി ലേഖനത്തിന്റെ ഉള്ളടക്കത്തോട് പ്രസംഗത്തിൽ എം.ടി. കൂട്ടിച്ചേർത്തു. അത് ഇങ്ങനെ: ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു. ഇത് 7ാമത്തെ വർഷമാണെന്ന് അറിയുന്നു. സന്തോഷം. ചരിത്രപരമായ ഒരാവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നു പറഞ്ഞാണ് പ്രസംഗം ആരംഭിച്ചത്. അവസാനിച്ചപ്പോൾ ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന വരിയും ഉൾപ്പെടുത്തി. എം.ടി. പിണറായി വിജയനെ ആക്രമിക്കാൻ തയ്യാറാക്കിയ പ്രസംഗവുമായി വന്നു എന്ന മാധ്യമ പ്രചാരണം കളവാണെന്ന് തെളിയുന്നതാണ് പിണറായി മുഖ്യമന്ത്രിയാവുന്നതിന് 13 വർഷം മുമ്പ് എം.ടി. എഴുതിയ ലേഖനത്തിലെ വരികൾ. കൈരളി ന്യൂസ്, കോഴിക്കോട്.